സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ കവിരാജ് അഭിനയ രംഗത്തു നിന്നും താൽക്കാലികമായി വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ചും താൻ പിന്തുടരുന്ന ആത്മീയ പാതയെക്കുറിച്ചും തുറന്നു പറഞ്ഞു. അമ്മയുടെ മരണാനന്തരമുള്ള വിഷാദാവസ്ഥയിൽ നിന്നാണ് താൻ ആത്മീയതയിലേക്ക് തിരിഞ്ഞതെന്ന് കവിരാജ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം തന്റെ ജീവിതത്തിലെ വഴിത്തിരിവുകളെക്കുറിച്ച് സംസാരിച്ചത്. അമ്മയുടെ വേർപാടിനെ തുടർന്ന് താൻ വിഷാദ രോഗാവസ്ഥയിലായിരുന്നുവെന്ന് കവിരാജ് ഓർത്തെടുത്തു. ആ സമയത്ത് ഭാര്യ അനു ഗർഭിണിയായിരുന്നു. അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് ഭാര്യ പ്രസവിച്ചതെന്നും സന്തോഷത്തിന്റെ ആ നിമിഷത്തിലും ദുഃഖത്തിന്റെ തിരക്കുകളിലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസവ സമയത്ത് ഭാര്യയ്ക്ക് താൻ സമീപത്തുണ്ടാകണമെന്ന് ആഗ്രഹം വന്നപ്പോൾ വണ്ടി പിടിച്ച് താൻ അവൾക്കരികിലേക്ക് പോകേണ്ടി വന്നതായും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞിനെ കണ്ട് കണ്ണു നിറഞ്ഞെന്നും എന്നാൽ അപ്പോഴും അമ്മയുടെ വിയോഗത്തിന്റെ വേദന തന്നെ വേട്ടയാടിയിരുന്നുവെന്നും കവിരാജ് കൂട്ടിച്ചേർത്തു. കാവിയും ഷാളും ഒക്കെയായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ഭാര്യ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുപോയി. പിന്നെ തിരികെ വന്നില്ല. ഞാൻ വീട് പൂട്ടി ഹിമാലയം വരെ യാത്ര ചെയ്തു. കവിരാജ് വേദനയോടെ ഓർത്തെടുത്തു. ആത്മീയ പാത പിന്തുടരാൻ തുടങ്ങിയതോടെ വീട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിട്ടതായും അദ്ദേഹം വെളിപ്പെടുത്തി. മറ്റുള്ളവരുമായി അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനായ താൻ ഭാര്യയോടും തീരെ സംസാരിക്കാതെയായി. ഇതാണ് അവൾ തന്നെ വിട്ടുപോകാൻ കാരണമായതെന്നും കവിരാജ് സൂചിപ്പിച്ചു. എന്നാൽ പിന്നീട് ഭാര്യയ്ക്ക് തിരികെ വരണമെന്ന് തോന്നുകയും ഇരുവരും വീണ്ടും ഒരുമിക്കുകയും ചെയ്തുവെന്നും കവിരാജ് പറഞ്ഞു. താൻ കാരണം അവൾ ബുദ്ധിമുട്ടുണ്ടെന്നും നല്ലൊരാളെ കിട്ടിയാൽ അവളെ വിവാഹം കഴിപ്പിക്കാമെന്നും ചിന്തിച്ചിരുന്ന സമയത്താണ് ഭാര്യ തിരികെ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷം തന്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കാവ്യവസ്ത്രം ഉപേക്ഷിക്കുകയും ചെയ്തു. കവിരാജിന്റെ ഈ തുറന്നു പറച്ചിൽ വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് ആത്മീയമായ അന്വേഷണം നടത്തിയ ഒരു കലാകാരന്റെ അനുഭവങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. അതേസമയം 2014 പുറത്തിറങ്ങിയ കൂതറ എന്ന സിനിമയെയും ചിത്രത്തിലെ ചില രംഗങ്ങളെയും രൂക്ഷമായി വിമർശിച്ചും നടൻ എത്തി. ഈ ഒരു അഭിമുഖത്തിലാണ് താരം ഇങ്ങനെ വ്യക്തമാക്കിയത്. ഒരു ന്യൂജൻ സിനിമ കണ്ട അനുഭവം പറയാം. സിനിമയുടെ പേര് കൂതറ എന്നാണ്. പേര് പോലെ തന്നെ കൂതറയാണ് സിനിമ. ലാലേട്ടനൊക്കെ എന്തിനാണ് അതിൽ അതിഥി വേഷത്തിൽ അഭിനയിച്ചതെന്ന് അറിയില്ല. അതൊക്കെ അവരുടെ ഇഷ്ടം, കവിരാജ് പറഞ്ഞു. ചിത്രത്തിലെ ഒരു രംഗത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഒരു സീനിൽ നായികയുടെ വസ്ത്രം നായകൻ ഇട്ടുവരും. കല്യാണത്തിലോ പൊതുവേദിയിലോ വെച്ച് ഇരുവരും തമ്മിൽ തർക്കമാകും. അപ്പോൾ നിന്നിടത്തു തന്നെ വസ്ത്രമൂരി നായികയുടെ മുഖത്തേക്ക് വലിച്ചെറിയും. ഇത്തരം സൃഷ്ടികൾ ആരുടെയും ഭാവനയിൽ എങ്ങനെ വന്നു എന്ന് ചിന്തിച്ചു പോയെന്നും ഇത് ഏത് മാനസികാവസ്ഥയിലാണ് ഇങ്ങനെയൊരു സിനിമ എടുക്കാൻ തോന്നിയതെന്നും കവിരാജ് ചോദിച്ചു. ഇതൊക്കെ എടുക്കുന്നവനെയും സെൻസർ കൊടുത്ത് വിടുന്നവനെയും കാണുന്നവനെയും പറയണം. എന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ പ്രേരിപ്പിച്ച കാരണങ്ങളിൽ ഒന്നാണിത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു.